പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ഡീലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ഡീൽ ഒരുപക്ഷേ ഇതായിരിക്കാം. 114 റാഫേൽ ഫൈറ്ററുകൾ വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് പ്രൊപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഈ ഡീലിന് വേണ്ടിയുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. 2 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള ഡീലാണിത്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ 114 റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ വാങ്ങും. ഇവയിൽ മിക്കവയും ഇന്ത്യയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക. 60% കമ്പോണന്റ്സ് ഇന്ത്യൻ നിർമ്മിതമായിരിക്കും. ഡിഫൻസ് സെക്രട്ടറി ഹെഡായിട്ടുള്ള ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് ഈ വിഷയം അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചേരുന്ന മീറ്റിംഗിൽ ചർച്ച നടത്തും. 114 റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങുന്നതിനുള്ള പ്രൊപ്പോസൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ എയർഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് സമർപ്പിച്ചത്. ഇത്തരം പ്രൊപ്പോസലുകളെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കേസ് എന്നാണ് വിളിക്കുന്നത്. ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് ഇതിൽ ചർച്ചകൾ നടത്തി അപ്രൂവൽ നൽകിയാൽ ഈ വിഷയം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിലേക്ക് എത്തും. ഓപ്പറേഷൻ സിന്ദൂറിൽ റാഫേൽ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. റാഫേലിലുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഇൻഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. 36 റാഫേലുകൾ ഇന്ത്യ ഇപ്പോൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 26 റാഫേലുകൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 114 എയർക്രാഫ്റ്റുകൾ കൂടി വാങ്ങുന്നതോടുകൂടി മൊത്തം 176 റാഫേലുകൾ ഇന്ത്യയുടെ പക്കലുണ്ടാകും. നിലവിൽ ഫ്രാൻസ് 108 റാഫേലുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുതിയതായി ഓർഡർ ചെയ്ത എയർക്രാഫ്റ്റുകൾ കൂടി എത്തുന്നതോടുകൂടി ഫ്രാൻസിന് മൊത്തത്തിൽ 234 റാഫേൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടാകും. ഫ്രാൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റാഫേൽ എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയായിരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ലോജിക്കലായ ഒരു ഓപ്ഷനാണ് റാഫേൽ. ഇന്ത്യ സ്പെസിഫിക് എൻഹാൻസ്മെന്റുകൾ റാഫേലിൽ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. റാഫേലിൽ ഉപയോഗിക്കുന്ന M88 ജെറ്റ് എഞ്ചിൻ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹൗൾ ഫെസിലിറ്റി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ സഫ്രാന് പദ്ധതിയുണ്ട്. ഇതുമൂലം എഞ്ചിൻ സർവീസ് ചെയ്യുവാൻ കാലതാമസം ഉണ്ടാവുകയില്ല. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റാഫേൽ എയർക്രാഫ്റ്റുകളിൽ കൂടുതൽ റേഞ്ചുള്ള എയർ ടു ഗ്രൗണ്ട് വെപ്പണുകൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. മീറ്റിയോർ പോലെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ടു എയർ മിസൈലുകളും റാഫേലിൽ ഉണ്ടാകും. ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികളുമായി ചേർന്നായിരിക്കും റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുക. നിലവിൽ ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളെല്ലാം തന്നെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. HALനെ കൂടാതെ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങിന് ഇന്ത്യയുടെ പ്രൈവറ്റ് കമ്പനികൾക്ക് കൂടി അവസരം ലഭിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കുത്തക അവസാനിപ്പിക്കുവാൻ ഇത് വഴിവെക്കും. റാഫേൽ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിലൂടെ തങ്ങളുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി എന്നിവ ഉയർത്തുവാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കും. 180 തേജസ് MK-1A എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുവാൻ HALന് ഓർഡർ നൽകിയിട്ടുണ്ട്. എന്നാൽ തേജസിന്റെ ഡെലിവറി ഡിലേ ആയിരിക്കുകയാണ്. HAL കൂടാതെ മറ്റൊരു പ്രൊഡക്ഷൻ ഏജൻസി കൂടി ഉണ്ടാകുന്നത് ഇന്ത്യക്ക് മൊത്തത്തിൽ ഗുണകരമാണ്. കൂടുതൽ എയർക്രാഫ്റ്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കുമെന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫ്രാൻസുമായിട്ടുള്ള ജെറ്റ് എഞ്ചിൻ കരാറിന് ഒരുപക്ഷെ റാഫേൽ ഡീലുമായി ബന്ധമുണ്ടാകാം. ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുവാൻ ഇന്ത്യയെ സഹായിക്കുവാൻ ഫ്രാൻസ് തയ്യാറാകണമെങ്കിൽ വളരെ വലിയ ഡിഫൻസ് ഡീലുകൾ ഫ്രാൻസുമായി ഒപ്പുവെക്കുവാൻ ഇന്ത്യ തയ്യാറാകണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അതുപോലെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയിൽ സഹായിച്ചാൽ റാഫേൽ ഡീലുമായി മുൻപോട്ട് പോകാമെന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ടാകാം. ഈ 2 ഡീലുകൾ കൊണ്ട് ഇന്ത്യക്കും ഫ്രാൻസിനും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവുക. ഫ്രാൻസിനെ സംബന്ധിച്ച് ഇന്ത്യ പോലെ വലിയൊരു മാർക്കറ്റും വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ഇന്ത്യക്ക് ജെറ്റ് എഞ്ചിൻ ടെക്നോളജിയും വളരെ അഡ്വാൻസ്ഡ് ആയ റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റും ലഭിക്കും. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ് റാഫേൽ. എന്നാൽ ചൈനയുടെ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ റാഫേലിന്റെ കേപ്പബിലിറ്റി കുറവാണ്. എന്നാൽ റാഫേലിന്റെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സ്പെക്ട്ര ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ്. മുൻപ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഒരു എയർക്രാഫ്റ്റ് എത്ര അഡ്വാൻസ്ഡ് ആയാലും അതിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന എയർ ടു എയർ മിസൈലിന് ടാർഗറ്റിനെ തകർക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്ര അഡ്വാൻസ്ഡ് ആണ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റാഫേലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന് ചൈനയുടെ എയർ ടു എയർ മിസൈലുകളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഒരു റാഫേൽ എയർക്രാഫ്റ്റിനു നേരെ പാകിസ്ഥാൻ ലോഞ്ച് ചെയ്ത PL-15 മിസൈലുകളെയെല്ലാം തന്നെ റാഫേൽ അതിജീവിച്ചു. സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിന്റെ കേപ്പബിലിറ്റിയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ചൈനയുടെ നിലവിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നാണ് PL-15. ചൈനീസ് എയർഫോഴ്സ് ഉപയോഗിക്കുന്ന അതേ PL-15 മിസൈലുകളാണ് ചൈന പാകിസ്ഥാന് നൽകിയത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ എയർ ടു എയർ മിസൈലുകളെ പ്രതിരോധിക്കുവാൻ റാഫേലിന് സാധിക്കുമെന്നുള്ള കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. റാഫേലിനെ കൂടാതെ സുഖോയ് 57 F-35 വാങ്ങുമോ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമല്ല. ചൈനയുടെ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളെ നേരിടുവാൻ ഇന്ത്യക്കും സ്റ്റെൽത്ത്
എയർക്രാഫ്റ്റുകൾ ആവശ്യമാണ്. എന്നാൽ 114 റാഫേൽ വാങ്ങിയതിനു ശേഷവും 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ പോലെ വളരെ വിലയേറിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യ വാങ്ങുവാൻ തയ്യാറാകുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. 114 റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ വലിയൊരു കേപ്പബിലിറ്റി ബൂസ്റ്റ് ആയിരിക്കും നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.